നമസ്കാരം. ടാരോട്ട് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണെന്നുള്ളതാണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത്. അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കാം, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയാം. അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ, എക്സ്ട്രാ മാരിറ്റൽ അഫെയറുള്ള ആളുകളായിക്കോട്ടെ, എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ പോസിറ്റീവ് മൈൻഡ് സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം. ത്രീ ഓഫ് വാൻസ് എനർജിയാണ്. നിങ്ങൾ പേഴ്സൺ ഈ ഒരു റിലേഷനിൽ ഒരു ഉറച്ച നിലപാട് എടുക്കുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ഒരു എനർജിയിലോട്ട് വന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പം ഇവിടെ നിങ്ങൾ തമ്മിലൊരു അകൽച്ചയിലാണെങ്കിൽ അവരൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഈ റിലേഷനെ പറ്റിയിട്ട്. മുന്നോട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു തീരുമാനത്തിലോട്ട് അവർ എത്തി എന്നുള്ളതാണ് കാണിക്കുന്നത്. അവർക്ക് ചിലപ്പോൾ ഇത് ഈ റിലേഷൻ മുന്നേ, അതായത് റിലേഷനിൽ അവരൊരു ഓൺ ആൻഡ് ഓഫ് സിറ്റുവേഷനിലൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ അവർ ആ സമയത്ത് ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിലായിരുന്നു. പക്ഷെ ഇപ്പോഴാ ഒരു കൺഫ്യൂഷൻ മാറിയിട്ടുണ്ട്. ഇപ്പം അവരൊരു സ്ട്രോങ് ഡിസിഷൻ എടുക്കുന്ന ലെവലിലോട്ട് അവരുടെ മാനസികാവസ്ഥ എത്തി എന്നാണ് കാണിക്കുന്നത്. ഫോർ ഓഫ് സോർട്സ് എനർജിയാണ്. ഇവിടെ നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ അത്രയും വേദനിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇപ്പം നിങ്ങൾ തമ്മിൽ പിണങ്ങി നിൽക്കുവാണ്, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പം വിഷമിക്കുന്നുണ്ട്. ഈ റിലേഷൻ ഇനി മുന്നോട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ ഈ റിലേഷൻ എനിക്ക് നഷ്ടപ്പെട്ടു, ഇവിടെ ഇനി ഈ റിലേഷനിൽ ഒരു റീസ്റ്റാർട്ട് ഉണ്ടാവില്ല, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ള ഒരു ഫീലിംഗിൽ, ആ ഒരു സ്നേഹം കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് ഇല്ലാണ്ടായി, എന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ഒരു എനർജിയിലാണ് നിങ്ങളിപ്പം നിൽക്കുന്നതെന്നുള്ളതാണ് കാണിക്കുന്നത്. 10 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷനിൽ ഇടയ്ക്ക് നിൽക്കുന്നത് ഫാമിലി ആയിരിക്കാം. ഫാമിലിയുടെ പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഫാമിലി ക്രിയേറ്റ് ചെയ്യുന്ന ഇഷ്യൂസ് കൊണ്ടായിരിക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. നിങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഫാമിലി ആയിരിക്കും നിങ്ങളെ ഈ റിലേഷനിൽ ഒരു സെപ്പറേഷനിലോട്ട് കൊണ്ടുപോകുന്നത്. അതല്ലെങ്കിൽ നിങ്ങളിപ്പം ലവേഴ്സ് ആയിക്കോട്ടെ, ഏത് റിലേഷൻ ആയിക്കോട്ടെ, ഇവിടെ ഫാമിലിയുടെ ഒരു ഇൻവോൾവ്മെന്റ് നിങ്ങളുടെ റിലേഷനെ പലപ്പോഴും പ്രശ്നത്തിലോട്ട് കൊണ്ടുപോകുന്നു, ഒരു സെപ്പറേഷനിലോട്ട് നിങ്ങളെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിയെ കുറിച്ച് സംസാരിച്ചിട്ടാണ് ഇവിടെ നിങ്ങൾ തമ്മിൽ ഇഷ്യൂസ് ഉണ്ടാവാറുള്ളത് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇഷ്യൂസ് ഉണ്ടാവുമ്പം എപ്പോഴും ഇങ്ങനെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഇപ്പം ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഇനിയും ഇങ്ങനെ ഈ റിലേഷൻ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആക്കി കൊണ്ടുപോകാൻ പറ്റില്ല, ഇവിടെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം എന്നുള്ളൊരു ചിന്തയിലോട്ട് അവർ അങ്ങനെ ഒരു ചേഞ്ച് അവർക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. 6 ഓഫ് പെന്റിക്കിൾസ് എനർജിയാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഒരു ഫിനാൻഷ്യൽ ഡീലിങ്സ് അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു കൈകാര്യം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കാണിക്കുന്നത്. അതായത് ചിലപ്പം ഫാമിലിക്ക് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു പ്രൊവൈഡിങ്ങിലായിരിക്കാം ഫാമിലി മുന്നോട്ട് പോകുന്നുണ്ടാവുക. അപ്പം അതിലെന്തെങ്കിലും കുറവ് സംഭവിക്കുമോ, അല്ലെങ്കിൽ അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമോ എന്നുള്ളതായിരിക്കാം ഫാമിലിയുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത്. അതായിരിക്കും നിങ്ങളുടെ റിലേഷനെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതിന് റീസൺ. ഓക്കെ, അപ്പം ഒരു റിലേഷൻ നിങ്ങളുടെ ലൈഫിലോട്ട്, അതായത് നിങ്ങളും നിങ്ങളുടെ പേഴ്സൺ തമ്മിലുള്ള റിലേഷൻ വന്നാൽ അത് ഫാമിലിക്ക് അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ കുറവ് സംഭവിക്കുമോ, പഴയ പോലെ അവർ ഫാമിലിയെ കൂടുതൽ ഫോക്കസ് ചെയ്യാതാവോ എന്നുള്ളത് ചിന്തകളായിരിക്കും കേട്ടോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നതിന് കാരണം. 4 ഓഫ് വാൻസ് എനർജിയാണ്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇവിടെ ഈ റിലേഷനിൽ നിങ്ങളുടെ പേഴ്സൺ ഒരു റീയൂണിയൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരു റീയൂണിയൻ ഇവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഇപ്പം മാറി നിൽക്കുവാണെങ്കിലും നിങ്ങളെ കാണാനും സംസാരിക്കാനുമുള്ള ഒരു സിറ്റുവേഷൻ വരികയും ആ സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയും ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ ഒരു തീരുമാനത്തിലോട്ട് അവരെത്തുകയും ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അവർ നിങ്ങളോട് സംസാരിക്കാൻ തയ്യാറാവും എന്നുള്ളതാണ്. ഇതുവരെ ചിലപ്പം ഫാമിലി പറയുന്നത് കേട്ട് അവർ സംസാരിക്കാൻ പോലും തയ്യാറാവാതെ നിന്ന സിറ്റുവേഷൻ ആയിരിക്കാം. പക്ഷെ ഇനി അവരൊരു നിങ്ങളോട് സംസാരിച്ച ഒരു ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് എനർജിയാണ്. കാരണം അവർ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം.
ഓക്കെ, അത്രയും സ്ട്രോങ് ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുണ്ട്. അവർ നിങ്ങളെ അത്രയും സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ഫാമിലിയുടെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഫാമിലി ഇൻവോൾവ് ചെയ്യുന്നതോ ഒക്കെ ചില സമയത്ത് അത് ഫാമിലി ആയതുകൊണ്ട് ചില സമയത്ത് അവർ കൺഫ്യൂസ്ഡ് ആവാം. പക്ഷേ എന്നാലും നിങ്ങളെ വിട്ട് കളഞ്ഞുകൊണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളും അത് ഫാമിലിയുടെ കൂടെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. നിങ്ങളും അവരുടെ കൂടെ വേണം, അവരുടെ ഫാമിലിയിലെ ഒരാളായിട്ട് നിങ്ങളും വേണം എന്നുള്ളൊരു തീരുമാനത്തിലാണ് നിങ്ങളെ പേഴ്സൺ ഉള്ളത്. ഒരിക്കലും അവർക്ക് നിങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. മെസ്സേജ് കാർഡ് നോക്കട്ടെ. ലെറ്റ് ഗോ ഓഫ് ഫിയർ എന്നാണ് കാണിക്കുന്നത്. നിങ്ങൾ ഈ ഒരു റിലേഷൻ നഷ്ടപ്പെടും എന്നുള്ള പേടിയുണ്ടെങ്കിൽ ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങൾ പുറത്ത് കടക്കുക, നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക റിലേഷനെ. ഓക്കെ, അപ്പം തന്നെ ഈ റിലേഷനിൽ ചേഞ്ചസ് വരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾ ലെറ്റ് ഗോ മൈൻഡ് സെറ്റിൽ നിൽക്കണം എന്നുള്ളതാണ് കാണിക്കുന്നത് കേട്ടോ. മെസ്സേജസ് ഓഫ് ലവ് എന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണിന്റെ ഭാഗത്ത് നിന്ന് മെസ്സേജ് വരും, അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും, നിങ്ങളോട് അവർ സംസാരിക്കാൻ തയ്യാറാവും എന്നുള്ളൊരു എനർജിയാണ് കാണിക്കുന്നത്. ഡേ ഡ്രീം എന്ന് കാണിക്കുന്നുണ്ട്. എപ്പോഴും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളാണ് അവർക്കുള്ളത്. അവർ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളെ നഷ്ടപ്പെടുത്തി കളയാൻ പറ്റില്ല, നിങ്ങളില്ലാതെ അവർ ഓക്കെ അല്ല, അവർക്ക് അവരുടെ ലൈഫിൽ അവർ ഹാപ്പി അല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് അവർക്കുള്ളതായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് ക്ലോസ് കൂടി നോക്കാം. നവംബർ, തിരുവോണം, ഒക്ടോബർ, തിരുവനന്തപുരം, രോഹിണി, കണ്ണൂർ, ചിത്തിര, തിരുവാതിര, 1987, 1996, 1997, എറണാകുളം, ജൂലൈ, ലെറ്റർ എഫ്, അവിട്ടം, 1993, മകം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റീഡിങ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.